നാളെ നീ കല്യാണത്തിന് പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു സീ ഇഫ് യു ആർ ഗോയിങ് ടു ദ വെഡ്ഡിങ് ടുമറോ. ഐ ജസ്റ്റ് വാണ്ടഡ് ടു സീ ഇഫ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രേസാണ്. അതിൻ്റെ മീനിങ് ആണോ എന്നറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ഒന്നറിയാൻ വേണ്ടിയായിരുന്നു, അല്ലെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു എന്നതാണ് മീനിങ്. റിസൾട്ട് വന്നോ എന്ന് ഒന്ന് അറിയാൻ വേണ്ടിയാണ്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു സീ ഇഫ് ദ റിസൾട്ട് ആർ ഔട്ട്. എനിക്ക് വരണമെന്നുണ്ട്, പക്ഷെ അവിടെ എങ്ങനെ എത്തണമെന്ന് അറിയില്ല. ഐ റിയലി വാണ്ട് ടു കം എന്ന് പറഞ്ഞാൽ എനിക്ക് വരണമെന്നുണ്ട് എന്ന മീനിങ് ആണ്. ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ടു ഗെറ്റ് ദെയർ. പക്ഷേ അവിടെ എങ്ങനെ എത്തണമെന്ന് അറിയില്ല. ആ സ്ഥലം പരിചയമുണ്ട്, നമുക്ക് ഒരുമിച്ച് പോയാലോ. ഐ ആം ഫെമിലിയർ വിത്ത് ദാറ്റ് പ്ലേസ്, ഷാൽ വി ഗോ ടുഗദർ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, എനിക്ക് വഴിയറിയാം, നമുക്ക് ഒരുമിച്ച് പോകാം. ഐ നോ ദ വേ, ലെറ്റ്സ് ഗോ ടുഗദർ. നീ നാളെ എത്ര മണിക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ എവിടെ കാത്തു നിൽക്കണം? വാട്ട് ടൈം ഡു യു പ്ലാൻ ടു ലീവ് ടുമറോ എന്ന് പറഞ്ഞാൽ നീ നാളെ എത്ര മണിക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന മീനിങ് ആണ്. വെയർ ഷുഡ് ഐ വെയിറ്റ് ഫോർ യു? ഞാൻ എവിടെ കാത്തു നിൽക്കണം? ഞാൻ പുറപ്പെടുമ്പോൾ നിന്നെ ഒന്ന് വിളിക്കാം. ഐ വിൽ ഗീവ് യു എ കോൾ വെൻ ഐ ഹെഡ് ഔട്ട്. ഞാൻ ഒരു 10 മണിയോടുകൂടി നിന്റെ വീട്ടിൽ വന്ന് നിന്നെ കൂട്ടാം. ഐ വിൽ കം ബൈ എന്ന് പറഞ്ഞാൽ ഞാൻ വരാം എന്ന മീനിങ് ആണ്. യുവർ പ്ലേസ് അറൗണ്ട് 10 AM. അറൗണ്ട് 10 AM എന്ന് പറഞ്ഞാൽ 10 മണിയോട് കൂടി. ആൻഡ് പിക്ക് യു അപ്പ് എന്ന് പറഞ്ഞാൽ നിന്നെ കൂട്ടുക, അല്ലെങ്കിൽ നിന്നെ പിക്ക് ചെയ്യാം എന്ന മീനിങ് ആണ്. ഐ വിൽ കം ബൈ യുവർ പ്ലേസ് അറൗണ്ട് 10 AM ആൻഡ് പിക്ക് യു അപ്പ്. നീ അടുത്തെത്തുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ജസ്റ്റ് ഗീവ് മീ എ റിംഗ് വെൻ യു ആർ നിയർ ബൈ. നമ്മൾ കൃത്യസമയത്ത് അവിടെ എത്തുമോ? വിൽ വി റീച്ച് ദെയർ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് അവിടെ എത്തുമോ എന്ന മീനിങ് ആണ്. അതെ, നമ്മൾ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തും. യെസ്, വി വിൽ ബി ദെയർ റൈറ്റ് ഓൺ ടൈം. പുറത്ത് നല്ല ചൂടാണ്, വിൻഡോ ഗ്ലാസ് താഴ്ത്തണ്ട, പൊടി കയറും. ഇറ്റ്സ് സ്കോച്ചിങ് ഹോട്ട് ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ പുറത്ത് നല്ല ചുട്ടുപൊള്ളുന്ന ചൂടാണ് എന്ന മീനിങ് ആണ്. ഡോണ്ട് റോൾ ഡൗൺ ദ വിൻഡോ എന്ന് പറഞ്ഞാൽ കാറിൻ്റെ വിൻഡോ താഴ്ത്തണ്ട എന്ന മീനിങ് ആണ്. ദ ഡസ്റ്റ് വിൽ ഗെറ്റിംഗ്, പൊടി കയറും. എല്ലാവരെയും കണ്ടിട്ട് കുറച്ച് നാളായി. ഇറ്റ്സ് ബീൻ എ വൈൽ സിൻസ് വി ഹാവ് സീൻ എവരിവൺ. വരനും വധുവും ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടാവണം. ദ ബ്രൈഡ് ആൻഡ് ഗ്രൂം മസ്റ്റ് ഹാവ് റീച്ച്ഡ് ദ ഓഡിറ്റോറിയം. അതായത് ഇവിടെ മസ്റ്റ് ഹാവ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് പാസ്റ്റിൽ ഒരു കാര്യം സാഹചര്യങ്ങൾ വെച്ച് തീർച്ചയായും നടന്നിട്ടുണ്ടാകും എന്ന് ഉറപ്പിച്ചു പറയുന്നതിന് വേണ്ടിയാണ്. ബന്ധുക്കൾ ഇന്നലെ എത്തിയിട്ടുണ്ടാവണം. ദ റിലേറ്റീവ്സ് മസ്റ്റ് ഹാവ് അറൈവ്ഡ് യെസ്റ്റർഡേ. പ്ലസ് മസ്റ്റ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് വെർബ്. അതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. നമ്മൾ കഷ്ടിച്ച് സമയത്തിനെത്തി, ചടങ്ങുകൾ ആരംഭിക്കാറായി. വി ഗോട്ട് ഹിയർ ജസ്റ്റ് ഇൻ ദ നിക്ക് ഓഫ് ടൈം. ദ സെറിമണി ഈസ് എബൌട്ട് ടു ബിഗിൻ. ദ നിക്ക് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു ഇഡിയമാണ്. അതിൻ്റെ മീനിങ് സമയം വൈകുന്നതിന് തൊട്ടു മുമ്പുള്ള നിമിഷം, അല്ലെങ്കിൽ കഷ്ടിച്ച് കൃത്യസമയത്ത് എത്തുക. ഇതാണ് മീനിങ്. ബസ് പുറപ്പെടാറായിരുന്നു, പക്ഷേ ഞാൻ കഷ്ടിച്ച് സമയത്തിനെത്തി. ദ ബസ് വാസ് എബൌട്ട് ടു ലീവ് ബട്ട് ഐ റീച്ച്ഡ് ദെയർ ഇൻ ദ നിക്ക് ഓഫ് ടൈം. നമുക്ക് ഇവിടെ ഇരിക്കാം. ലെറ്റ്സ് സിറ്റ് ഹിയർ. ഇവിടെ ആളുണ്ടോ? ഈസ് ദിസ് സീറ്റ് ടേക്കൺ?
നിങ്ങൾ എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. ഐ ആം സോ ഗ്ലാഡ് യു ഓൾ മേഡ് ഇറ്റ്. ഈ ഡ്രസ്സിൽ നീ അതീവ സുന്ദരിയായിട്ടുണ്ട്. യു ലുക്ക് ഗോർജസ് ഇൻ ദിസ് ഔട്ട്ഫിറ്റ്. ഹാപ്പി മാരീഡ് ലൈഫ് ടു ബോത്ത് ഓഫ് യു. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, വിഷിംഗ് യു എ ബ്ലിസ്ഫുൾ മാരീഡ് ലൈഫ്. നിങ്ങൾ ഊണ് കഴിച്ചോ? ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്? The sadhya was delicious, especially payasam.